ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പിണറായി വിജയന്റെ മകൾ തൈക്കണ്ടിയിൽ വീണയുടെ എക്സാലോജിക്കിനെതിരെ കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണം ചൂടുപിടിക്കുന്നു. ബംഗളൂരു ROC നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണിപ്പോൾ ഈ ചർച്ചയ്ക്ക് എരിവ് പകർന്നിരിക്കുന്നത്. വീണ വിജയന്റെ കമ്പനി മരവിപ്പിക്കാനായി തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാണ് ഇന്ന് പുറത്തുവന്ന വിവരം. വിഷയത്തിൽ CBI ED അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് ROC ആവശ്യപ്പെട്ടു എന്ന നിലയിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു. പിടിവീണോ പിണറായിക്ക്? അഡ്വക്കേറ്റ് T. ആസഫ് അലി കോൺഗ്രസ്, അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ BJP എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അഡ്വക്കേറ്റ് T. ആസഫ് അലി, നോക്കൂ, ഇവിടെ ROC ശുപാർശ ചെയ്തിരിക്കുന്നത് CBI അന്വേഷണമോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണവുമാണ്. പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം SFIOയുടെ അന്വേഷണമാണ്. പക്ഷെ നടന്നിരിക്കുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ പരിശോധന മാത്രം. എന്തുകൊണ്ടാണത്? ഇന്നത്തെ ROC റിപ്പോർട്ടും സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ വിധിയും ഇതിനു മുമ്പുണ്ടായ വിധിയും നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാം കൂട്ടിയോജിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ചിത്രം എന്താണ്? 2013 കമ്പനീസ് ആക്ട് 447 ഫ്രോഡിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനിയുമായി ബന്ധപ്പെട്ടത് മറച്ചു വെച്ച് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നത് ഫ്രോഡാണ്. അത് സത്യത്തിൽ മിനിമം 6 മാസത്തെ തടവും അല്ലെ 10 വർഷം വരെ തടവ് വരാവുന്നൊരു സംഭവമാണ്. അപ്പോൾ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പഴയ വിധി, ആ ജൂൺ മാസത്തിൽ വന്ന വിധി, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇന്ന് ROC റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ചിത്രം എന്താണ്? ആ സെറ്റിൽമെന്റ് ബോർഡിൽ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ മൊഴിയുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇൻകം ടാക്സ് കണ്ടെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ അതിൽ കുറേ ആളുടെ പേര്, UDF നേതാക്കന്മാരടക്കം പേര് പറഞ്ഞിട്ടുണ്ട്. അത് സുരേഷ് കുമാറിനെ വിസ്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറയുന്നത് PV എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, OC എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, കുഞ്ഞാലിക്കുട്ടി, ഇവരൊക്കെ പേര് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കടലാസിൽ പേരെഴുതി വെച്ചത് കൊണ്ട് അവരെയൊന്നും കുറ്റക്കാരാണെന്ന് പറയാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതിയുടെ ജെയിൻ ഹവാല കേസിൽ LK അഡ്വാനിയുടെയും BC ശുക്ലയും കേസിൽ പറയുന്നുണ്ട്. പക്ഷെ പിണറായി വിജയന്റെ കാര്യത്തിൽ ചിത്രം കുറച്ച് വ്യത്യാസമുണ്ട്. PV എന്ന് പറയുകയും അത് പിണറായി വിജയനാണെന്ന് ഫിനാൻഷ്യൽ ഓഫീസർ ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ മൊഴി കൊടുക്കുകയും ചെയ്തപ്പോൾ ആ പിണറായി വിജയന്റെ മകളിൽ നിന്നാണ് 1,72 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നതിന് യാതൊരു സേവനം ഉണ്ടായിട്ടില്ല, അതൊരു സൗജന്യമായി ലഭിച്ച പൈസയാണെന്ന് ഇതിനകം പുറത്തു വന്നിരിക്കുന്ന തെളിവിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പൊ ആ ഒരു മൊഴി ഇപ്പോഴും അൺചാലഞ്ചഡായി നിൽക്കുകയാണ്, അൺറിബട്ടഡായി നിൽക്കുകയാണ്. അതിന് അപ്പീലില്ല, റിവിഷനില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെ ഒരു അപകീർത്തനകരമായ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ് കേന്ദ്രത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു ബോഡി പുറത്തിറങ്ങിയിട്ട് ജൂലൈ മാസത്തിലാണെന്ന് തോന്നുന്നു അത് പുറത്തു വന്നത്. ഇന്ന് വരെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അത് കളവായി ചതിയിൽ കൂടി പുറത്തുവിട്ടതാണെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള നമ്മുടെ ഭരണഘടനാപരമായ ഒരു അവകാശം അത് വെറും മൃഗങ്ങളെ പോലെ ജീവിക്കാനുള്ള അവകാശമല്ല, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമാണ്. എന്തേ പിണറായി വിജയൻ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ ഫൈലിങ്ങിനെതിരെ അത് എക്സ്പെൻഡ് ചെയ്യണം, അത് നീക്കി കിട്ടണം എന്ന് പറഞ്ഞ് പോവാതിരുന്നത് ഒന്ന്. രണ്ടാമത്തത്, ഈ വിവരം ഇത്രയും നമ്മളെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ഫാക്ട്സ് അത് ശരിക്കും ഒരു മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള ഒരു ഒഫൻസ് അല്ലേ? അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള ഒരു ഒഫൻസ് അല്ലേ? കാരണം കമ്പനി ആക്ട് 447 എന്ന് പറയുന്നത് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. അങ്ങനെ ആ ഷെഡ്യൂൾഡ് ഒഫൻസ് പ്രകാരം ആ 447 അനുസരിച്ചുള്ള കുറ്റം ചെയ്തിട്ട് അനർഹമായി നിയമവിരുദ്ധമായി സമ്പാദിച്ച സാമ്പത്തിക സ്രോതസ് ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്, ഒരു കുറ്റകൃത്യം ചെയ്തുകൊണ്ട് സമ്പാദിച്ച ഒരു സമ്പത്താണ്. അതിനെതിരെ ന്യായമായും
കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഇ ഡി സി പി എമ്മിനെ എതിർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം BJPക്ക് CPM ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പോലും ഒരു വലിയ ഭീഷണിയല്ല. പി ചിദംബരത്തെയും ശിവകുമാറിനെയും പിന്നാലെ ഇ ഡി പോകുന്ന മാതിരി പിണറായി വിജയനെതിരെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇ ഡിയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയോ പിണറായി വിജയനെതിരായിട്ടോ CPM-നെതിരായോ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ പറ്റില്ല. ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ വിവരങ്ങൾ ഇത് ഒരു ആക്ടിലെ ഇതൊരു കുറ്റകൃത്യങ്ങളെ ആകർഷിക്കുന്ന അഴിമതി നിരോധന നിയമപ്രകാരം എന്താണ് അഴിമതി നിരോധന നിയമപ്രകാരം ഇതൊരു ഒഫൻസ് ആണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം 13(1)D ഓഫ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പറയുന്ന എന്താണ്, ഏതെങ്കിലും ഒരു അതാണ് ഞാൻ ചോദിച്ചത്. പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത് SFIയോട് അന്വേഷണമാണ്. ഈ ROC ശുപാർശ ചെയ്തിരിക്കുന്നത് EDയുടെയോ അല്ലെങ്കിൽ CBIയുടെയോ അന്വേഷണമാണ്. ഇത് രണ്ടുമല്ല നടന്നിരിക്കുന്നത്, ഒരു പരിശോധന മാത്രമാണ് നടന്നിരിക്കുന്നത്. അതാണ് നികേഷ് ഞാൻ പറയുന്നത്. ഈ പരിശോധനയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഫാക്ട്സ് ഒഫൻസായി മാറണം. ഇത്രയും വാർത്തകൾ, ഇത്രയും വിവരങ്ങൾ, ഇത്രയും ഫാക്ട്സ് പുറത്തു വന്നാൽ അത് ഒഫൻസാണ്. അത് കമ്പനി ആക്ട് 447 ആക്ട് പ്രകാരമുള്ള ഒരു ഒഫൻസാണ്. അത് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. അത് പ്രിവെൻഷൻ ഓഫ് ആക്ട് അനുസരിച്ചിട്ട് പബ്ലിക് സർവന്റിന് ഈ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് തൃപ്തികരമായി അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് 13(1)D അനുസരിച്ച് അപ്പം ചോദിക്കും ഈ സ്ത്രീ പബ്ലിക് സർവന്റ് അല്ലേ? പബ്ലിക് സർവന്റ് ആവണ്ട. പബ്ലിക് സർവന്റ് ഓർ എനി അതർ പേഴ്സൺ, ഒരു പാവപ്പെട്ട ഒരു സാധാരണ വില്ലേജ് ഓഫീസറുടെ ഭാര്യയിൽ നിന്ന് 1,72,00,000 രൂപ പിടിച്ചാൽ ആദ്യം ചോദ്യം ചെയ്യാൻ ആരെയാണ്? ആ വില്ലേജ് ഓഫീസറെയാണ്. അത് ആ സ്ത്രീയിൽ വന്നിരിക്കുന്ന സ്രോതസ്സാണ്. ഇവിടെ വളരെ ക്ലിഞ്ചിങ് ആയ ഒരു എവിഡൻസ് നമ്മളെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് എന്താണ്? ആ പേരെഴുതിയിരിക്കുന്ന PV, ഈ സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന മൊഴി എന്താണ്? PV പിണറായി വിജയനാണ്. അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട്, UDF നേതാക്കന്മാരുടെ പേരുണ്ട്, പക്ഷെ അവരാരുടെയും മക്കളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. അങ്ങനെ പണം വന്നതായി തെളിവില്ല. അവരുടെ കൈവശം പണം വന്നതായി എവിടെയും പറയുന്നില്ല. അങ്ങനെ വെറുതെ പേരെഴുതി വെച്ചുകൊണ്ട് ഒഫൻസ് ആവില്ല. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ പിണറായി വിജയന് പേര് പറയുകയും PV എന്ന് പറയുകയും PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണെന്ന് ഈ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ നമുക്ക് ചർച്ചയാകാം. എനിക്ക് തോന്നുന്നു താങ്കൾ പറയുന്നതിൽ ഉപചോദ്യമുണ്ട്. പക്ഷേ ഞാൻ മറ്റുള്ളവരെ കൂടി ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കട്ടെ. ദയവായി തുടരുക അഡ്വക്കേറ്റ് ടി ആസഫ് അലി. നോക്കൂ, ഇവിടെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയമായ ഒത്തുകളി ഇതിനകം തന്നെ UDF ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് ടി ആസഫ് അലിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് ഒരു ED അന്വേഷണമോ അല്ലെങ്കിൽ CBI അന്വേഷണമോ വേണമെന്നാണ് ROC ആവശ്യപ്പെട്ടിരുന്നത്. പരാതിക്കാരൻ SFIയോയുടെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ പരിശോധന മാത്രമാണ്. എന്ന് വെച്ചാൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ട് 129 പ്രകാരം, 134 പ്രകാരം, 129 പ്രകാരം, 118 പ്രകാരം, 143 പ്രകാരം വയലേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് പോലും ഒരു പരിശോധന മാത്രമാകുന്നത് ഈ ഒത്തുകളിയുടെ ഭാഗമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ് ഈ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത്? ED വരണം എന്നാണോ? ED അന്വേഷണം ഏറ്റെടുക്കണം എന്നാണോ കോൺഗ്രസ് പറയുന്നത്? അങ്ങനെയാണല്ലോ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ED അന്വേഷിക്കണം. അപ്പോൾ ED മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷിക്കുന്നതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണല്ലോ ഇവർ പറയുന്നത്. ED സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് മണിക്കൂറുകളോളം ക്വസ്റ്റ്യൻ ചെയ്ത വിഷയത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്തായിരുന്നു? ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ED നടത്തിയിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തു എന്നത് വ്യക്തമായിട്ടും ഒരു പണം എണ്ണുന്ന മിഷനല്ല, നിരവധി പണം എണ്ണുന്ന മിഷൻ ഉണ്ടായിട്ടാണ് ജാർഖണ്ഡിൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം വദ്രയുടെ സ്വന്തം ആളെ പിടിച്ചത്. എന്നിട്ടും രാഷ്ട്രീയ പ്രേരിതം പറയുന്നു. അപ്പോൾ അതേ രാഷ്ട്രീയ പ്രേരിതം ആണ് എന്ന് ED അന്വേഷിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന കോൺഗ്രസ്സാണ് ഇവിടെ ED അന്വേഷിക്കാത്ത അല്ലെങ്കിൽ ED അന്വേഷിക്കുന്നില്ല എന്ന് ഉള്ളതുകൊണ്ട് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നത് ശരിയല്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം രാഷ്ട്രീയമല്ല.
ഈ വിഷയം കൃത്യമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടാണ്, സാമ്പത്തികമായിട്ടുള്ള കൃത്യവിലോപമാണ്, അഴിമതിയാണ്. ഇതെല്ലാം ഈ 4 മാസത്തിനുള്ളിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യണം. എന്നിട്ട് ഈ 4 മാസത്തെ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഈ വിഷയത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഉണ്ടയാക്കണം എന്നൊക്കെയുള്ള ഒരു താല്പര്യമാണ് കോൺഗ്രസ്സിന്. അവർക്ക് 4 മാസത്തിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തേക്ക്, അവരുടെ അലിഗേഷൻ അവിടെ കിടക്കട്ടെ. BJP ഒത്തുകളിക്കുകയാണെന്നുള്ള അലിഗേഷൻ അവിടെ കിടക്കട്ടെ. നേരെ കർണാടകയിൽ പോയാൽ, കർണാടകയിലാണല്ലോ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, കർണാടകയിലാണല്ലോ എക്സാലോജിക് ഉള്ളത്, കർണാടകയിലാണല്ലോ എക്സാലോജിക്കിൻ്റെ ഈ തിരിമറി നടന്നു എന്ന് പറയുന്നത്, കർണാടകയിലെ ROC ആണല്ലോ പഴയിട്ടിരിക്കുന്നത്. കർണാടക ഗവൺമെൻറ്റിന് CBI അന്വേഷണമോ ED ഒക്കെ കൊണ്ടുവരാമല്ലോ. CBI അന്വേഷണം കർണാടക ഗവൺമെൻറ്റിന് ആവശ്യപ്പെടാമല്ലോ, കൊണ്ടുവരാമല്ലോ. ഈ കോൺഗ്രസ്സുകാരൊരു വാക്ക് ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ ശിവകുമാറിനോട്, അതങ്ങ് ചെയ്യാൻ പറയും, കുറച്ചുകൂടെ എളുപ്പമല്ലേ? ഞാൻ ചോദിക്കണം, വെറും മിയറായിട്ടുള്ളൊരു അലിഗേഷൻ BJPയുടെ നെഞ്ചത്ത് വയ്ക്കുക, എന്നിട്ട് ഒരു പുകമറ ഉണ്ടാക്കുക. ഞങ്ങൾക്ക് ഇങ്ങനത്തെ അലിഗേഷൻ പുകമറയൊന്നും താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഉപ്പ് തിന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, കട്ടിട്ടുണ്ടെങ്കിൽ BJP പിടിക്കും. കാരണം കക്കാത്ത സർക്കാരാണ് കേന്ദ്രത്തിൽ, അതുകൊണ്ട് പിടിക്കുമ്പോൾ ഇപ്പം എന്താ 440 കമ്പനി ആക്ട് 447 പ്രകാരം 448 പ്രകാരമുള്ള വളരെ കൃത്യമായിട്ടുള്ള ആ ഒരു കമ്പനി ആക്ടിൻ്റെ വയലേഷൻ നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ ROC എന്ന് പറയുന്നത് സ്വാഭാവികമായും കേന്ദ്ര കമ്പനി കാര്യാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അവർ റിപ്പോർട്ട് കൊടുത്തു, 210 പ്രകാരം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി അത് കമ്പനി ആക്ട് 212 വരും. 212 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള FIR ആണ്. ആ FIR വന്നു കഴിഞ്ഞാൽ പിന്നെ EDക്ക് എളുപ്പമാണ്. അപ്പോൾ ഒരു അന്വേഷണം അതിൻ്റെ കൃത്യതയോടുകൂടി പോകാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിനെ ഉണ്ടയാക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. നോക്കൂ, ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ച വയലേഷൻസ് എന്ന് സംബന്ധിച്ച് നല്ല വ്യക്തതയോടുകൂടി ROC എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അക്കാര്യത്തിൽ കേന്ദ്ര കമ്പനി മന്ത്രാലയം ഒരു ROCമാരുടെ 3-അംഗ സംഘത്തെ വെച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാര്യകാരണങ്ങളാണ് ഇപ്പോൾ ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ശാൽകുമാർ, എന്ത് ഡിഫൻസാണ് CPMനുള്ളത് ഇപ്പോൾ? BJPക്കാരുടെ അഴിമതി വിരുദ്ധ യുദ്ധം നമുക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റുന്നുണ്ട്. RSSകാരനായ ധർമ്മരാജൻ കോടിക്കണക്കിന് രൂപ ഈ കേരളത്തിലൂടെ കുഴൽപ്പണം കിലുക്കിക്കൊണ്ട് നടന്നപ്പം അയാളുടെ പുറകെ വെള്ളം ഊറുന്നത് പോലെ സുരേന്ദ്രന്റെ മകനും സുരേന്ദ്രനും അടക്കം BL സന്തോഷ് അടക്കം ഓരോരുത്തരും നടന്നതും, കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്ത് ഈ ED എന്ന് പറയുന്ന മഹാന്മാരോട് ഇങ്ങനെ കുറെ കള്ളപ്പണം പിടിച്ചിട്ടുണ്ട് RSSകാരുടേത്. സുരേന്ദ്രൻ അടക്കം അതിലുണ്ട്. കേരള പോലീസിലെ അതൊരു കേസാക്കി തൊണ്ട് അല്ല, അതാണ് അങ്ങ് വക്കീലല്ലേ? കള്ളപ്പണം കേരള അന്വേഷിക്കാൻ പറ്റും. അനിൽകുമാറെ മേടിക്കുന്നത് അല്ല, അങ്ങ് വക്കീലല്ലേ? കോൺഗ്രസ്സുകാരുടെ അലിഗേഷനാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്. അതെ, അങ്ങ് വക്കീലല്ലേ? കോടതി പോയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരുടെ അലിഗേഷനായി വിളിച്ചു പറയുന്നത്. കോൺഗ്രസ്സുകാർ പറയുന്നത് നിങ്ങൾ പറയുന്നത് വടികൊടുത്ത് അടിമേടിക്കുക. നിങ്ങള് അല്ല, നിങ്ങള് പോസ്റ്റിൽ ഗോൾ അടിക്കുന്ന അനിൽകുമാറിനെ കാണുമ്പോൾ സ്വന്തം പോസ്റ്റിൽ ഗോൾ അടിക്കുന്ന അനിൽകുമാർ. എന്റെ സമയമല്ലേ നികേഷ് ഇത്? പറഞ്ഞോളൂ അഡ്വക്കേറ്റ് അനിൽകുമാർ. അല്ല, ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണൻ കോടതി പോകുന്ന വക്കീലാണല്ലോ. കള്ളപ്പണ കേസ് കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു വകുപ്പ് ഏതെങ്കിലും നിയമത്തിൽ കാണിച്ചു തരാമെങ്കിൽ B. ഗോപാലകൃഷ്ണൻ അടി വാങ്ങിക്കുന്നില്ല എന്ന് ഞാൻ പറയാം. ഇന്നത്തെ ചർച്ചയിൽ അത് തന്നെ ആദ്യം ആയിക്കോട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നു, സെൽഫ് ഗോളാണ്. ഞാൻ ഈ ചർച്ച വെല്ലുവിളിക്കുന്നു BJPയുടെ പ്രതിനിധിയെ. കുഴൽപ്പണ കേസ് കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ബഹുമാനായ BJP പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറയുന്നു ഇല്ല, ഞാൻ നിയമമാണ് പറയുന്നത്. അതെല്ലാം നിയമത്തിൽ ഏത് വകുപ്പെടുത്തു? അല്ല, കൊടകരയല്ല നമ്മുടെ വിഷയം അഡ്വക്കേറ്റ് അനിൽകുമാർ. അത് താങ്കളൊന്ന് പ്രാഥമികമായി ഒന്ന് സൂചിപ്പിച്ച് വിഷയത്തിലേക്ക് വരും. അല്ല, കൊടകരയല്ല, പക്ഷെ കള്ളം പറഞ്ഞാലോ? അപ്പോ അദ്ദേഹം പറഞ്ഞ കള്ളമാണെന്ന് നികേഷ് കുമാറിന് പിടികിട്ടിയല്ലോ. ഞാൻ സെൽഫ് ഗോൾ അടിച്ചിട്ടില്ല, വടി കൊണ്ട് അടികൊണ്ടത് അദ്ദേഹത്തിനാണ്. ഞാൻ പറയുന്നത് BJPക്കാർ നൈതികത പറഞ്ഞല്ലോ. എന്താണ് ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്? നിങ്ങൾ പറയുന്ന കള്ളം എന്താണ്? കുഴൽപ്പണ കേസ്, കൊടകര കുഴൽപ്പണ കേസ് കേരള പോലീസ് കണ്ടുപിടിച്ച് നിങ്ങളുടെ EDക്ക് കൈമാറിയിട്ട് 1.5 കൊല്ലായി.
മാത്രമല്ല ഈ കള്ളപ്പണം കൊണ്ടു കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് സുരേന്ദ്രൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് അതിന് കേസെടുത്തിട്ടില്ല കേരള പോലീസ്. കേരള പോലീസിന് അതല്ല നമ്മുടെ വിഷയം. സമയം ഇപ്പൊ തന്നെ പോയി 10-15 മിനിറ്റ്. ഇതിന്റെ ഡിഫൻസ് പറ, ROC റിപ്പോർട്ടിന്റെ ഡിഫൻസ് പറയും. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ദയവായി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കണം. ഞാൻ ആദ്യം പറയുന്നത് BJP-ക്കാരായതുകൊണ്ട് സത്യസന്ധന്മാരാണ്, നീതിഷ്ഠന്മാരാണ്. ഈ നരേന്ദ്രമോദിയുടെ കാലത്ത് അഴിമതിയെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കള്ളത്തരമാണ്. ആ കള്ളത്തരത്തിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. അദാനിയുടെ പേരിൽ നിങ്ങളുടെ അന്വേഷണം അഡ്വക്കേറ്റ് അനിൽകുമാർ ഇതിന്റെ ഡിഫൻസ് പറ, ROCയുടെ ഡിഫൻസ് പറയൂ. എത്ര കോടി രൂപ? അല്ല, ഡിഫൻസ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. രാഷ്ട്രീയമായി പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് ഡിഫൻസ് ഉള്ളൂ. പിന്നെ കള്ളപ്പണം കണ്ടാൽ ഉടനെ BJP-ക്കാർക്ക് ഉടനെ പിടിക്കണമല്ലേ? അജിത് പവാർ മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ കൂടെ കൂടിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എത്ര കേസാണ് പിൻവലിച്ചത്? നിങ്ങൾ നിയമം നടപ്പാക്കാൻ നടക്കുക. ഇന്ത്യ രാജ്യത്ത് കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണ് BJP. നോക്കൂ അഡ്വക്കേറ്റ് അനിൽകുമാർ, ROCയുടെ റിപ്പോർട്ടാണ് എന്റെ കയ്യിലുള്ളത്. ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ട് എങ്കിൽ അതിൽ CBI അന്വേഷണവും ED അന്വേഷണവും റെഫർ ചെയ്യണം എന്ന ആവശ്യമാണ് ROC ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിയമസഭയിൽ പറഞ്ഞിരുന്നത് എന്താണ്? തൈക്കണ്ടിയിൽ വീണ എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ആ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു. നോക്കൂ, ROCക്ക് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തേണ്ടി വന്നിട്ടുള്ളത് തൈക്കണ്ടിയിൽ വിജയനെ കേട്ടതിന് ശേഷമാണ്. ഞാൻ ചർച്ചയിലാണ്. ഞാൻ അങ്ങ് പറയുന്നതെല്ലാം കേട്ടു, ചർച്ചയും പറയുന്നത് കേട്ടു. എനിക്ക് സമയം തന്നാൽ ഇതെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞങ്ങ് തീർത്തേക്കാം. ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഇരിക്കുന്ന പുസ്തകം കമ്പനീസ് ആക്ട് ആണ്. ഈ പുസ്തകത്തിൽ ED കുറിച്ച് പറയുന്നില്ല. ഈ പുസ്തകത്തിൽ CBI കുറിച്ച് പറയുന്നില്ല. ഈ പുസ്തകത്തിൽ ഏത് വകുപ്പിലാണ് ED വരുന്നത്? ഇനി വീണ വിജയന്റെ കാര്യം പറഞ്ഞാൽ അക്കൗണ്ടിലൂടെ ടാക്സ് അടച്ചു നടത്തി ഏത് കേസാണ് EDക്ക് പിടിക്കാവുന്നത്? നമ്മൾ ഈ സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ചിട്ട് ഇത്തരം ആളുകളോട് ഈ പണിക്ക് വരരുതെന്ന് പറയണം. സാമാന്യ ബുദ്ധി വീട്ടിൽ വെച്ചിട്ട് ഈ പണിക്ക് ഇറങ്ങരുതെന്ന് പറയണം. ഈ പുസ്തകത്തിന് തീടിയുണ്ടോ? ഈ പുസ്തകത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കമ്പനി നിയമം ലംഘിച്ചോ? കമ്പനി നിയമം ലംഘിച്ചോ എന്നുള്ളിടത്ത് ഇപ്പോ ഈ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുമായിട്ട് എന്നാ ബന്ധം? നിങ്ങൾ വിമാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരാള് ബാത്റൂമിനകത്ത് കയറി ലോക്കായിപ്പോയി. അത് കഴിഞ്ഞ് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അയാളെ പുറത്തിറക്കി. വിമാന കമ്പനിക്കെതിരെ ROCക്ക് അന്വേഷിക്കാൻ പറ്റുമോ? വിമാന കമ്പനിക്കെതിരെ ROCക്ക് അന്വേഷിക്കാൻ പറ്റിയ അക്കാര്യത്തിൽ. കാരണം എന്താണ്? അത് വേറൊരു നിയമമാണ്. അതുപോലെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് കൈകാര്യം ചെയ്ത വേറൊരു നിയമമാണ്. ROC എന്ന് പറയുന്നത് ലോകത്തെ സർവാധിപതിയല്ല. ആ കമ്പനീസ് ആക്ട് പ്രകാരം ഏതെങ്കിലും വയലേഷൻ ഉണ്ടോ? ഇതാ ചോദ്യം. ഉണ്ട്. ഇവിടെ വയലേഷൻ പറയുന്നുണ്ട്. 129, 134, 118, 143. ഈ ഒത്തിരി വകുപ്പ് പറയാതെ ഈ വകുപ്പെല്ലാം എന്റെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങ് പറയണ എല്ലാ വകുപ്പും ഓരോ വകുപ്പും ഇവിടെ കൗണ്ടർ ചെയ്യാൻ തയ്യാറാണ്. ഈ വകുപ്പിനെ തന്നെ പറയണത്. ഉദാഹരണമായിട്ട് അങ്ങ് ഇവിടെ ഒരു വകുപ്പ് പറഞ്ഞു 118. നമുക്ക് 118 എടുക്കാം. ഞാൻ ആ പുസ്തകം എടുത്ത് തന്നെ നിൽക്കുന്നത്. കാരണം ഈ കുറെ നേരമായി ചാനൽ ചർച്ചയ്ക്കകത്ത് കുറെ ആളുകൾ രാവിലെ തൊട്ട് അല്ല ഇന്നലെ തൊട്ട് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്ത് പോലും ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. എന്താ നിയമലംഘനം? ഉടനെ കമ്പനീസ് ആക്ടിന്റെ 118 എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങ് പോകുമോ? റൈറ്റ് ടു ഒബ്റ്റൈൻ കോപ്പീസ് ആൻഡ് ഇൻസ്പെക്ട് ട്രസ്റ്റ് ഡീഡ്. ഇതാണോ 118? ഏതാ 118? തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. ഏതാ ഈ 118? ഞാൻ തീരെ മനസ്സിലാക്കിയില്ല. എൻ്റെ കയ്യിൽ കമ്പനീസ് ആക്ട് ഇരിക്കുന്നത്. നമ്മൾ ഏത് പുസ്തകത്തിലെ കുറെ വകുപ്പം കൊണ്ട് പറഞ്ഞുകൊണ്ട് വീണ തൈക്കണ്ടിയിൽ അങ്ങ് മൂലയ്ക്ക് നിൽക്കാൻ പോകണം. അല്ല, ഇവിടെയൊക്കെ വയലേഷൻസ് ഉണ്ടായി എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണം അല്ലെങ്കിൽ ED അന്വേഷണം വേണം എന്നുള്ളതാണ് ROCയുടെ നിർദ്ദേശം. റെഫർ ചെയ്യണം. ഈ കാര്യത്തിലേക്ക് വരാം. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. എന്താണെന്നറിയോ? അന്തരിച്ചു പോയ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഇതിനൊക്കെ വലിയ കാര്യങ്ങളാണ് എഴുതി വെച്ചത്. അതും കർണാടകത്തിൽ നിന്നായിരുന്നു. BJPയുടെ ഗവൺമെന്റ് ആയിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് റെയ്ഡ് ചെയ്തപ്പോൾ എല്ലാ പത്രക്കാരോടും കൂടിയല്ലോ. കോടിയേരിയുടെ മകന്റെ വീട്ടിൽ നിന്നാണ്ട് പിടിച്ചെന്ന്. ഇതുപോലെ ED എഴുതി എല്ലാ പത്രക്കാരും ഞങ്ങൾക്കെതിരെ ചാമ്പിക്കൊണ്ടിരുന്നു. ഒരു കൊല്ലം ഒരു പയ്യനെ ജയിലിലിട്ടു. എന്നിട്ട് എന്താ ഇപ്പോ ഹൈക്കോടതി എന്നാ പറഞ്ഞത്?
ഇപ്പൊ ഈ ഒരു കോപ്പറേറ്റീവ് ഒരു രജിസ്ട്രാർ എന്തോ കടലാസ് വാറോയിൽ എഴുതി വെച്ച ഉടനെ ഞങ്ങളങ്ങ് തലകുനിക്കല്ലേ? അഡ്വക്കേറ്റ് അനിൽകുമാർ, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും പിണറായി വിജയന്റെ മകൾ തൈക്കണ്ടിയിൽ വീണയും തമ്മിലുള്ള വ്യത്യാസം, കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിനകത്ത് അന്വേഷണം നേരിടട്ടെ ബിനീഷ് കോടിയേരി എന്ന നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ പിണറായി വിജയന്റെ മകൾ തൈക്കണ്ടിയിൽ വീണയുടെ കാര്യത്തിന് എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് രണ്ട് സുതാര്യമായ കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടെന്നാണ്. അതല്ല എന്നാണ് ROC പറഞ്ഞിരിക്കുന്നത്. അവിടെ തെറ്റിപ്പോയി. എന്താ തെറ്റിപ്പോയെന്ന് പറയാം. ROCക്ക് അത് അങ്ങനെ പരിശോധിക്കാൻ അധികാരമുണ്ടെന്ന് എന്റെ ഒന്നാമത്തെ ചോദ്യം. ഈ പുസ്തകത്തില് നികേഷ് ഒരു വകുപ്പ് കാണിച്ചു തന്നാൽ മതി. നിങ്ങളൊരു കമ്പനി നടത്തുന്നു, ആ കമ്പനി വേറൊരു കമ്പനിയായിട്ട് നടത്തിയ ബിസിനസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ, അതിന്റെ നേച്ചർ പരിശോധിക്കാൻ ROCക്കുള്ള അധികാരം കാണിക്കുന്ന ഒരു വകുപ്പിന്റെ അത് കാണിച്ചു തരാൻ ഞാൻ ചലഞ്ച് ചെയ്യാണ്. ദയവായി തുടരുക അഡ്വക്കേറ്റ് അനിൽകുമാർ. ഞാൻ വരാം. അഡ്വക്കേറ്റ് ആസഫ് അലി, എങ്ങനെയാണ് നോക്കൂ, ഒരു മിനിറ്റ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് ചോദിച്ചതിന്റെ ആൻസറോട് പറയണം. അങ്ങ് പറഞ്ഞതിന്റെ ആൻസറോട് പറയണം. അങ്ങ് പറഞ്ഞതിന്റെ ആൻസറോട് എനിക്ക് പറയണം. എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുമെന്ന് കോടിയേരി പറഞ്ഞു? എന്തുകൊണ്ട് വീണ വിജയന്റെ കാര്യത്തിൽ പാർട്ടിക്ക് വേറൊരു സമീപനം? പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായ ഉത്തരവുണ്ട്. എന്താണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ആൻസർ? ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന സാധനം നിർമ്മല സീതാരാമന് കീഴിലെ ജോലിക്കാരാണ്. അവർ ഒരു കാര്യം ചെയ്തു. അവരൊരു കാര്യം ചെയ്തത് എന്താണ്? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളപ്പണ ഇടപാടെല്ലാം കൂടെ കൂടിച്ചേർത്ത് ഒരു കടലാസ് എടുത്തു. ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായം ഞാൻ പറയുമല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടല്ലോ. എന്താണ് പ്രശ്നം? കള്ളപ്പണമുണ്ട്. ഞാനീ പറയുന്ന അതിൽ കള്ളപ്പണം ഉണ്ടെന്ന്. ആരാ കള്ളപ്പണം കൊണ്ടുപോയത്? ഉമ്മൻചാണ്ടി. ആരാ കള്ളപ്പണം കൊണ്ടുപോയത്? ചെന്നിത്തല. ബഹുമാനപ്പെട്ട ആസഫ് അലി സാർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഹൈക്കോടതി നിയമിച്ച ഉമ്മൻചാണ്ടിയാണല്ലോ. ആ ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരനാണ് എന്ന് പറയുന്ന ഒരു കടലാസിന്റെ ഇങ്ങേയറ്റത്ത് വീണ വിജയന്റെ പേരെഴുതി വെച്ചിട്ട് അതിന്റെ മേലെ ഒരു പ്രോമിനന്റ് പേഴ്സൺ എന്ന് മുഖ്യമന്ത്രിക്കെതിരെ എഴുതി വെച്ചു. ഞങ്ങളുടെ പൊസിഷൻ ഇതാണ്. ഇപ്പോ ഷോൺ ജോർജ് പോയി കൊടുത്ത കേസിൽ എന്താ പറയുന്നത്? ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളി പോയി തപ്പണമെന്ന. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ കള്ളപ്പണം തപ്പണമെന്നാണ് ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്നത്. തപ്പുവോ? ആസിഫ് അലി സാറ് കൈയടിക്കുവോ? രമേശ് ചെന്നിത്തല വീട്ടിൽ കൊണ്ടുപോയെന്ന് പറയുന്ന കേസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലുണ്ടോ എന്ന് ചോദിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ കേസ്. അത് വീണ തൈക്കണ്ടിനെതിരായിട്ട് മാത്രം എന്തോ ഒരു കാര്യമാണ് എന്ന തരത്തിലേക്ക് കെട്ടിച്ചമച്ച് മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടാൻ വന്നാൽ കുരുങ്ങില്ല ഞങ്ങൾ. ദയവായി തുടരുക. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ, അക്കാര്യത്തിൽ താങ്കളുടെ വിശദീകരണമായി ഞാൻ മറ്റ് അനുബന്ധ ചോദ്യങ്ങൾക്ക് താങ്കളുടെ അടുത്തേക്ക് വീണ്ടും എത്താം. അഡ്വക്കേറ്റ് ആസഫ് അലി, ഇപ്പോൾ പറഞ്ഞതിന് നേരിട്ട് മറുപടി പറയരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം അങ്ങ് മറുപടി പറയണം ദയവായി. നോക്കൂ, എങ്ങനെയാണ് ഒരു ROCക്ക് CBI അന്വേഷണത്തിനും ED അന്വേഷണത്തിനും റെഫർ ചെയ്യാൻ കഴിയുക? ദ മാറ്റർ ഓഫ് ദീസ് ട്രാൻസാക്ഷൻസ് ആർ റിക്വയർഡ് ടു ബി റെഫേർഡ് to Enforcement Directorate for violation of PMLA and CBI insofar as Prevention of Corruption Act is concerned. ഇതായിരുന്നു അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ ആദ്യത്തെ ചോദ്യം. PMLA ആക്ട് പാര 29 പറയുന്നത് കമ്പനീസ് ആക്ട് 447 ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണെന്ന്. ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം. Am I not audible? Yes, കേൾക്കാം, പറഞ്ഞോളൂ സാർ. പാര 29 അതിൽ പറയുന്നത് കമ്പനീസ് ആക്ട് 447 ഈ PMLA ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. അപ്പൊ PMLA ആക്ടിലെ EDക്ക് ഒരു കേസുമായി മുന്നോട്ട് പോയി അതിൽ ഉൾപ്പെട്ട, അതായത് കുറ്റകൃത്യം വഴി സമ്പാദിച്ച പണം, ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് മുഴുവൻ വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാവുന്നത് ഈ വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്ന, അവരുടെ കമ്പനി കൈപ്പറ്റിയിരിക്കുന്ന 1,72,00,000 രൂപ ഉമ്മൻചാണ്ടിയുടെ പേരോ രമേശ് ചെന്നിത്തലയുടെ പേരോ കുഞ്ഞാലിക്കുട്ടിയുടെ പേരോ ഇബ്രാഹിം കുഞ്ഞിയുടെ പേര് പോലെയല്ല.
അവരുടെ പേര് വെറും പേരാണ്. അതാണ് ഒരു സുപ്രീം ചോദ്യം, കോടതി ഒരു ചോദ്യം. ജയിൽ ഹവാല കേസിൽ പറഞ്ഞത്. വെറുതെ പേരെഴുതി വെച്ചത് കൊണ്ട് അത് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തുകൂടാ. എന്നാൽ പിണറായി വിജയന്റെ PV വെറും PV അല്ല, പിണറായി വിജയൻ എന്നാണ് ഈ കർത്തയുടെ കമ്പനിയുടെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ചീഫ് മാനേജിംഗ് ഡയറക്ടർ, ചീഫ് FC ഫിനാൻഷ്യൽ ഓഫീസർ, CFO പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിണറായി വിജയനെ അത് തന്റെ പേരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചാലഞ്ച് ചെയ്തിട്ട് എവിടെയും പോയിട്ടില്ല. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? അല്ല, അഡ്വക്കേറ്റ് ടി ആസഫ് അലി, ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ എന്ന് പറയുകയും നോക്കൂ, രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന്. നോക്കൂ, ഇവര് ഈ ആദായ നികുതി ഇളവ് ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് കൊടുത്ത 16 കോടിയുടെ കണക്കിന് കൂടിയാണ്. ഈ 16 കോടിയുടെ ആദായ നികുതി ഇളവ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇവർ കൺസീഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ അക്കാലത്ത് പണം പിരിക്കാൻ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ്. അതിൻ്റെ ബില്ല് KPCC ആഫീസിലുണ്ട് എന്ന്. ഇനി എന്ത് തെളിവാണ് അക്കാര്യത്തിൽ വേണ്ടത്? ഈ 16 കോടി രൂപ 20,000 രൂപയാണല്ലോ നമുക്ക് പണമായി വാങ്ങാൻ കഴിയുക. അതിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ടെന്നാണല്ലോ ഈ 16 കോടി തെളിയിക്കുന്നത്. അപ്പോൾ പിന്നെ അക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണ്ടേ എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം. ഞാൻ പറയാം ഇൻകം ടാക്സ് ആക്ട് 37 പരിധിയിൽ വരുന്ന ഡിഡക്ഷൻ അല്ല വീണ വിജയൻ വാങ്ങിയിരിക്കുന്ന 1,72,00,000 എന്നാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. അതെ, അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രോഡുലന്റ് ഡീലിംഗ്സ് ആണ്. ഇൻകം ടാക്സ് ആക്ട് 37 പരിധിയിൽ വരുന്ന ഡിഡക്ഷൻസ് വേറെ, ഇതിൽ ഡിഡക്ഷൻസ് വരില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോഴെന്തായി? ഒരു പബ്ലിക് സർവന്റ് പണം കൈപ്പറ്റിയിരിക്കുന്നു, പബ്ലിക് സർവന്റിന്റെ മകളിൽ പണം കണ്ടെത്തിയിരിക്കുന്നു. അത് പബ്ലിക് സർവന്റ് ആണ് അത് അക്കൗണ്ട് ചെയ്യേണ്ടത്. അഴിമതി നിരോധന നിയമം 13D അനുസരിച്ച് ഈ പണം എങ്ങനെ കൈപ്പറ്റി എന്ന് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കേണ്ടത് പബ്ലിക് സർവന്റ് ആണ്. അത് ഇന്ന് വരെ വിശദീകരിക്കാൻ പബ്ലിക് സർവന്റ് ആയ ഞാനതാ ചോദിച്ചത്, ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയിൽ നിന്ന് 1,72,00,000 പിടിച്ചാൽ അത് എങ്ങനെ വന്നു എന്ന് പറയേണ്ടത് ഭാര്യയല്ല, വില്ലേജ് ഓഫീസറാണ്. പിണറായി വിജയൻ പറയുന്നത് ഞാൻ PV അല്ല എന്നാണ്. എന്നാൽ ഈ കർത്തയുടെ കമ്പനിയുടെ CMD പറയുന്നത് അത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ മൊഴിയിൽ പറയുന്നു. അവരുടെ മകനിടത്ത് പണം എത്തിയിരിക്കുന്നു. അല്ല, കർത്തയുടെ CFO ഒരു സേവനത്തിനുമല്ല OC ഉമ്മൻചാണ്ടിയാണെന്നും RC രമേശ് ചെന്നിത്തലയാണെന്നും PK കുഞ്ഞാലിക്കുട്ടിയാണെന്നും IK ഇബ്രാഹിം കുഞ്ഞാണെന്നും പറയുന്നുണ്ട്. ഉണ്ട്, പക്ഷെ അത് 37 പരിധിയിൽ വരുമെന്നാണ് ഇവരുടെ വാദവും. അത് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഈ 1,72,00,000 കണക്ക് ഒരു 37 വരില്ല എന്നാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. 37 വരില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആ നിലയിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ROC ഈ അന്വേഷണം നടത്തി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ, അക്കാര്യത്തിലുള്ള താങ്കളുടെ വിശദീകരണം കേട്ടതിന് ശേഷം ഞാൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനിലേക്ക് പോകണം. വളരെ വേഗം ഫാസ്റ്റായി മറുപടി. ഒന്ന് ആദരണീയനായ ആസിഫ് അലി സാർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങൊരു സത്യസന്ധനായ അഭിഭാഷകനാകണം. ഞാൻ 447 വകുപ്പ് വായിക്കാം. അങ്ങ് പറഞ്ഞല്ലോ 447 വകുപ്പ് PMLA വരുന്നുവെന്ന്. എഫക്ട് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ, അതായത് ആൻ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് എ കമ്പനി ഷാൽ ഓപ്പറേറ്റ് ഇൻ ഫേവർ ഓഫ് ഓൾ ക്രെഡിറ്റേഴ്സ്. ഇത് വൈൻഡിങ് അപ്പ് കഴിഞ്ഞോ? ഈ കമ്പനി ഡോർമെന്റല്ലേ ആയുള്ളൂ. പൂർണ്ണമായും വൈൻഡിങ് അപ്പ് ആകാത്തൊരു കമ്പനി എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന 447 വരിക? നമ്മളൊരു ചർച്ച വരുമ്പോൾ സത്യത്തിൽ ആളുകളെ കബളിപ്പിക്കരുത്. നിങ്ങൾ പറഞ്ഞു 447 ഈ കേസിന് ആപ്ലിക്കബിൾ അല്ല. എൻ്റെ ഈ പുസ്തകം ഇരിപ്പുണ്ട്. കാരണം കുറെ ആളുകൾ 2 ദിവസമായിട്ട് ഈ കമ്പനീസ് ആക്ടിന്റെ വകുപ്പ് എടുത്തിട്ട് 2013 ഒരു വകുപ്പും ഇതിന്റെ അകത്ത് ഞങ്ങൾക്കെതിരെ നിൽക്കില്ല. 447 ഇതായിരിക്കുന്നു. 2013 അദ്ദേഹം നിഷേധിക്കട്ടെ, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടല്ലോ വൈൻഡിങ് അപ്പ്. കേട്ടില്ല ഒന്നുകൂടെ പറയാം. 2013 തന്നെയാണോന്ന് ചോദിക്കുക. കേട്ടില്ല. അല്ലാണ്ട് പിന്നെന്താ? 447 എഫക്ട് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ. എഫക്ട് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ നമ്മൾ ആലോചിച്ച് നോക്ക്. PMLA ആക്ട് 2013. സോറി, ബഹുമാനപ്പെട്ട നികേഷ് പറയുമ്പോൾ PMLA ആക്ട് ആണ്. കമ്പനീസ് ആക്ട് 2000
കമ്പനീസ് ആക്ട് 2000-ലാണ്, PMLA ആക്ട് ആണ് 2013. അല്ലല്ല, കമ്പനീസ് ആക്ട് ആണ് 2013. ലാസ്റ്റ് അപ്ഡേഷൻ 2013 അതിൽ 447 നോക്കിയോ. ഞാൻ പറയുന്നത് 447 ഇരിപ്പുണ്ട്, നിഷേധിച്ചോട്ടെ. വൈറ്റിക്കപ്പല്ലാണ്ട് മറ്റേ ഏത് സെക്ഷൻ അദ്ദേഹത്തിന് വാദിക്കാമല്ലോ. ഞാൻ കൃത്യമായിട്ട് പറയുന്നത്, പുസ്തകം വെച്ചാൽ ഞാൻ പറയണത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇവിടെ പബ്ലിക് സെർവന്റ്, അവിടെ അതിനേക്കാൾ കഷ്ടം. ഉമ്മൻചാണ്ടി MLA ആണ്, തിരുവഞ്ചൂർ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല MLA ആണ്, കുഞ്ഞാലിക്കുട്ടി MLA ആണ്. അവർ പൊതുപ്രവർത്തകരല്ലേ? അവർ കൈക്കൂലി വാങ്ങിച്ചാൽ ആ കൈക്കൂലി അല്ലേ? കള്ളപ്പണം വാങ്ങിച്ചാൽ കള്ളപ്പണം അല്ലേ? അത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധി വരികയല്ല. പിന്നെയോ, ഒരു ജനപ്രതിനിധി അല്ലാത്ത വീണ വിജയന്റെ കമ്പനി വാങ്ങിച്ചാൽ അഴിമതി നിരോധന നിയമം വരും. അല്ല, അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആസിഫ് അലി സാർ കേട്ടോണം. ഒരു എന്ത് ഇമ്മ്യൂണിറ്റി? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അവർക്ക് നൽകിയിട്ടുള്ള തുക നികുതി ഇളവായി നൽകുകയും അവർക്ക് പ്രോസിക്യൂഷന് ഇമ്മ്യൂണിറ്റി നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് തീരെ മനസ്സിലാകാത്തത്. അപ്പൊ എന്താണ് കോൺഗ്രസുകാർക്ക് എന്തിനാ ഇമ്മ്യൂണിറ്റി കൊടുത്തത്? അത് കൂട്ടുകച്ചവടമല്ലേ? കോൺഗ്രസുകാർക്ക് എന്തിന് ഇമ്മ്യൂണിറ്റി കൊടുത്തു? കോൺഗ്രസ് മാത്രമല്ല, അതിനകത്ത് PV ഉണ്ട്. കള്ളപ്പണം ശരിയായ പണമാണെന്ന് വകവെച്ച് കൊടുത്തു. ആ പിണറായി വിജയൻ വ്യക്തമാക്കി. ഞാൻ എന്റെ വ്യക്തമായ പോയിന്റ് പറയാം. എങ്ങനെ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആസിഫ് അലി സാർ സത്യവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു. പബ്ലിക് സർവന്റ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. വീണ തൈക്കണ്ടിയിൽ പബ്ലിക് സർവന്റ് അല്ല. പബ്ലിക് സർവന്റ് അല്ലാത്ത വീണ തൈക്കണ്ടി വിളിച്ച് അദ്ദേഹത്തോട് ചോദിക്കുക. ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറ് ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടി അല്ല, അതിനേക്കാൾ തെറ്റി. ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. ഏത് ഇൻട്രസ്റ്റഡ് പാർട്ടി? റിലേറ്റഡ് പാർട്ടി. ഏതിന്റെ റിലേറ്റഡ്? 13.4% ഓഹരി CMRL KSIDCക്കുണ്ട്. KSIDCയെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി കൂടിയാണ്. അവിടെ തെറ്റിപ്പോയി. എന്താണെന്നറിയോ? റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് നിയമത്തിലെ റിലേറ്റഡ് പാർട്ടി വേറെ അർത്ഥം. എന്താണെന്നറിയാവോ? നിങ്ങളൊരു കമ്പനിയുടെ ബോർഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധമുള്ള സ്ഥാപനങ്ങളുടെ പേര് വരെ ഡിസ്ക്ലോസ് ചെയ്യണം. അതാ റിലേറ്റഡ് പാർട്ടി. അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമല്ല. റിലേറ്റഡ് പാർട്ടി കമ്പനി നിയമത്തിൽ വേറൊരു അർത്ഥമാണ്. നമ്മൾ ചാനൽ ചർച്ച ബാധിക്കേണ്ട കാര്യമല്ല റിലേറ്റഡ് പാർട്ടിയുടെ അർത്ഥം. ഞാൻ കൃത്യമായിട്ട് പറയുന്നു. ഒരു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ്, ആ കേസിനകത്ത് ഒരു പരാതി ഒരാൾ കൊടുക്കുന്നു. അഴിമതി നിരോധന നിയമത്തിൽ വീണ തൈക്കണ്ടിയെല്ലാം പിടിക്കണം. അപ്പൊ എന്താണ് കോടതി പരിഗണിച്ചത്? കേരള സർക്കാർ എന്തെങ്കിലും കാര്യം ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്തോ? കേരള മുഖ്യമന്ത്രി എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? ആസിഫ് അലി സാറിനോട് പറയുകയാണ്, ഈ കമ്പനിക്ക് വഴിവിട്ട് ചെയ്തു കൊടുത്ത ആളുടെ പേരാണ് AK ആന്റണി സർക്കാർ, UDF സർക്കാർ. അന്ന് ഈ കരിമണൽ കമ്പനി സ്വകാര്യ മേഖലയിലാകാം. ഞങ്ങളുടെ കാലത്ത്, പിണറായി വിജയന്റെ കാലത്ത്, LDFന്റെ കാലത്ത് ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെന്താ അഴിമതി നിരോധന നിയമം? ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറിനോട് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ആനുകൂല്യം ഈ കമ്പനിക്ക് ചെയ്തെങ്കിൽ പറയൂ. പിന്നെ BJPയുടെ പ്രതിനിധിയോട് എനിക്കൊരു ചോദ്യമുണ്ട് കേട്ടോ. ചോദ്യം എന്താണെന്നറിയാമോ? ഞാൻ അങ്ങോട്ട് പറയാം. ജന്മഭൂമി പത്രത്തിൽ ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയോ? ജന്മഭൂമി പത്രത്തിൽ ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം വന്നപ്പോൾ അതിന്റെ ചീഫ് എഡിറ്ററായിരുന്ന ഹരിയസ് കർത്ത ഗവർണറുടെ ഓഫീസിൽ അദ്ദേഹം രാജിവെച്ചോ? എത്ര കോടി കിട്ടി? നിങ്ങളുടെ കള്ളത്തിന് ഞാൻ അങ്ങോട്ട് പറയാം. എന്താണെന്നറിയാമോ? നിങ്ങളെ LDFന്റെ UDFന്റെ നേതാക്കന്മാരുടെ പേര് വെച്ച് ഒരു വെള്ളക്കടലാസയില് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കുറെ കടലാസ് എഴുതി വെച്ചിട്ട് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏതാണ്ട് വിശിഷ്ട സാധനമായിട്ട് കൊണ്ട് എഴുന്നള്ളിച്ചിരിക്കുക. അത് കൈവച്ചാ മതി. ലാവിലും എന്ന് കൊണ്ടുവന്നോലെ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനാണ് ചാൻസ്. എനിക്ക് ഈ അനിൽകുമാറിനോട് സഹതാപമാണ്. അങ്ങേരുടെ കയ്യിൽ പുസ്തകം ഉണ്ടായിട്ട് കാര്യമില്ല, അതൊന്നും വായിക്കാൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അനിൽകുമാർ 447 448 കുറിച്ചും പറഞ്ഞു. 206 സബ്സെക്ഷൻ 4 അതും കൂടി ഒന്ന് വായിക്കേ. ഞാനിത് 3 കാരണം ഇതൊക്കെ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു പുസ്തകം എടുത്തു തന്നിട്ട് അത് വായിക്കാതെ ആ പുസ്തകം ഉണ്ട് ഇത് വെച്ച് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചല്ലോ. ഞാനത് വായിക്കാം കൃത്യമായിട്ട്. 448 What is the section of 448? According to the section of 448 of the Companies Act, ഒന്നാമത് കമ്പനീസ് ആക്ട് 2000 അല്ല, കമ്പനീസ് ആക്ട് 2013 ഏറ്റവും ലേറ്റസ്റ്റ്.
അതെങ്കിലും ആദ്യം മനസ്സിലാക്കുക. ആ പുസ്തകം 2000-ലായിരിക്കും. അക്കോർഡിംഗ് ടു സെക്ഷൻ 448 ഓഫ് ദ കമ്പനീസ് ആക്ട് ഓഫ് 2013, എനിവൺ ഹൂ ഒബ്റ്റെയിൻ എ ലോൺ, റിവാർഡ്, ബെനിഫിറ്റ് ഓഫ് എനി കൈൻഡ് ഫ്രം എ കമ്പനി, മനസ്സിലാക്കിക്കോണം, ഫ്രം എ കമ്പനി, company officer, representative or other person using a false statement or other person or document, or who give another person a false appearance of title or obligation shall be subject to punishment. ഇനി നിങ്ങൾ 447 വരണം. എന്താ 447 എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. അതതിൻ്റെ പണിഷ്മെൻ്റാണ് 447. ഞാൻ പണിഷ്മെൻറ്റ് ഫോർ ഫ്രോഡ് അണ്ടർ ദ സെക്ഷൻ ഓഫ് 447 ഓഫ് ദ കമ്പനീസ് ആക്ട്. ഈ 447 ഓഫ് ദ കമ്പനീസ് ആക്ടിൻ്റെ പണിഷ്മെൻറ്റ് സ്വാഭാവികമായിട്ടും എന്താണ് ഈ 447 എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഈ 447-ൻ്റെ മറ്റേ വയലേഷൻ നടന്നിരിക്കുന്നു. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പോലും ഇല്ല സാർ. ഇപ്പം ഇന്ന് നിങ്ങൾക്കറിയോ, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്ററുടെ ഒപ്പ് പോലും ഇല്ല. അതുകൊണ്ടാണ് ട്രാൻസാക്ഷൻസ് ആർ ഫ്രോഡിലൻഡ് എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ചോദ്യം, ഈ ആർ ഒ സിക്ക് ഇത് എടുക്കാനുള്ള അവകാശമുണ്ടോ? ആർ ഒ സിക്ക് ഫൈൻ ഇടാനുള്ള അവകാശമുണ്ട്. അവർ ഫൈൻ ഇട്ടു 2 ലക്ഷം. നിങ്ങളുടെ വീണ വിജയൻ്റെ മകൾക്ക് ഫൈൻ ഇട്ടത് പത്രത്തിലുണ്ടല്ലോ, വായിച്ചില്ലേ? എന്നിട്ട് അവരൊരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് എന്താ? ആ റിപ്പോർട്ടിലാണ് ഇത് ഫ്രോഡിലൻ്റ് ട്രാൻസാക്ഷൻ ആണെന്നും കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട 447 448 എല്ലാം ഈ ഫ്രോഡിലൻ്റ് ട്രാൻസാക്ഷൻ അത് കൃത്യമായി PMLA ആക്ടിൻ്റെ ഒരു മിനിറ്റ് ഫ്രോഡിലൻ്റ് ട്രാൻസാക്ഷൻ ആണെന്നാണ് ബേസിക് ആയിട്ടുള്ള അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് അതെ ഞാൻ വരുന്നു. ഒരൊറ്റ ചോദ്യത്തിൻ്റെ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അതെന്താ ചോദ്യം? നിരവധി പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്ത് സേവനമാണ് നിങ്ങൾ കൊടുത്തത്? ഇപ്പം നേരത്തെ അദ്ദേഹം പറയുന്നത് കേട്ടു, ടാക്സ് അടച്ചു. ഏത് ടാക്സ് അടച്ചേ? നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഇൻഫർമേഷൻ ഒന്നും അനിൽകുമാർ നിങ്ങളുടെ കയ്യിലില്ലേ? ടാക്സ് അടക്കണമെങ്കിൽ ഇൻവോയ്സ് വേണം. ഇൻവോയ്സിന് വേണ്ടി ഒരു RTA, കർണാടകയിലെ ഒരു RTA പ്രവർത്തകനും കേരളത്തിലെ ഒരു RTA പ്രവർത്തകനും കൂടിയിട്ട് കടലാസ് കൊടുത്തു. ഇൻവോയ്സ് ഇല്ല, ഇൻവോയ്സ് വെളിയിൽ വന്നിട്ടില്ല. എന്നാൽ ധൈര്യമുണ്ട് നിങ്ങൾ ഈ ടാക്സ് അടച്ചവുമായി ബന്ധപ്പെട്ടുള്ള ഇൻവോയ്സ് നിങ്ങൾ കാണിക്കുക. എന്ത് സേവനമാണ് ഈ കമ്പനിക്ക്, CMR ഈ കർത്തയുടെ കമ്പനിക്ക്, കരിമണൽ കമ്പനിക്ക് എന്ത് സേവനമാണ് എക്സാലോജിക്ക് ചെയ്തത്? നിങ്ങളത് പറഞ്ഞാൽ മതി. വളരെ കൃത്യമാണ്. എഗ്രിമെൻ്റ് ഉണ്ട്, സുതാര്യമാണ്. എഗ്രിമെൻ്റ് ഉണ്ട്, നിങ്ങൾ ആ എഗ്രിമെൻ്റ് കൊണ്ടുപോവാ. 5 നിങ്ങൾക്കറിയാലോ എത്ര കോടിയാണ് മറ്റേ വീണ വിജയൻ മേടിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കമ്പനിക്ക് കിട്ടിയത് 3, വീണ വിജയന് കിട്ടിയത് 5. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് എഗ്രിമെൻ്റ്? നിങ്ങൾ ആ എഗ്രിമെൻ്റ് വെളിയിൽ കൊണ്ടുവന്നാൽ പോരെ. ഇനി ഇതെങ്ങനെ പേടിപ്പിക്കുക? എന്നാൽ നിങ്ങൾ കോടതി പോകാൻ കണ്ടിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അപവാദമാണ് ഒരു മുഖ്യമന്ത്രിക്ക് നേരിട്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണോ, മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ മകളുടെ കമ്പനിക്കെതിരായിട്ടാണ് ആരോപണം. നിങ്ങൾക്ക് ധൈര്യമുണ്ട് കോടതി പോയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് കാണിക്ക്. നിങ്ങൾ കോടതി പോകാൻ തയ്യാറല്ല. ഇനി വളരെ കൃത്യമായിട്ട് പല പ്രാവശ്യം നിങ്ങളെപ്പോലത്തെ ആളുകൾ ഈ ചാനലിൽ വന്ന് പറഞ്ഞു, എക്സാലോജിക്കിനെ കേൾക്കാൻ സമയം കൊടുക്കണ്ടേ? കമ്പനി പറഞ്ഞിരിക്കുന്നു, ഈ ROC പറഞ്ഞിരിക്കുന്നു, നിരവധി പ്രാവശ്യം കൊടുത്തു. ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല, ഒരു രേഖയും പറയുന്നില്ല. എന്റെ അനിൽകുമാരൻ, നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് ഈ ക്യാപ്സൂൾ കിട്ടിയില്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാൻ എവിടെ പറഞ്ഞു എന്നാണ് പറയുന്നത്? ഇതിനകത്ത് പറയുന്നത് നോക്കൂ, പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾ recipient of amount to the extent of 55 ലക്ഷം ഫ്രം CMRL ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എന്നാണ്. അതൊരു പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമായിട്ടാണ് ഈ ROC വീണ തൈക്കണ്ടിയിൽ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യനിയറിൽ പറയുന്നത്. അവിടെ വീണ തൈക്കണ്ടിയിൽ നൽകിയിട്ടുള്ള മറുപടി, please note that in the absence of specific reports being identified and ascertained, we are not in a position to reply to the same
എങ്ങനെയാണ് ഒരു പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം ഇന്ന ഡോക്യുമെൻ്റ് നിങ്ങൾ ഹാജരാക്കണമെന്ന് പറയാതെ പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ അനുസരിച്ച് അന്വേഷിച്ചാൽ എങ്ങനെയാണ് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ആൾക്ക് ഇതായിരിക്കാം പബ്ലിക് ഡൊമൈനിൽ എന്ന് പറഞ്ഞ് ഒരു രേഖ കൊണ്ട് കൊടുക്കാനാവുക? ഇതിൻ്റെ പേരാണ് തക്കടതരികട പ്രസംഗം എന്നുള്ളത്. തക്കടതരികട മറുപടി എന്നുള്ളത് ഞങ്ങളൊക്കെ ഈ വക്കീലുമാരാണ്, ഞങ്ങൾക്കൊക്കെ ഇതൊന്നും നന്നായിട്ട് അറിയാം. ഈ ഓരോരുത്തർ പറയുന്നത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അതായത് ഈ ROC കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും നിങ്ങളുടെ സേവനം എന്ത് എന്ന് പറയുകയും വേണം. അതുമാത്രമല്ല ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിലും അവരുടെ ഇൻട്രീം സെറ്റിൽമെൻറ്റിൻ്റെ പൊസിഷനിലും ഈ എന്താണ് നിങ്ങളുടെ സേവനം. എൻ്റെ ചോദ്യം വളരെ സിമ്പിൾ അല്ലേ? അനിൽകുമാർ പുസ്തകമൊക്കെ മാറ്റി വെച്ചിട്ട് ഒരൊറ്റ ഉത്തരം പറഞ്ഞാൽ മതി. എന്ത് സേവനമാണ് കൊടുത്തേ? അതങ്ങ് വെളിയിൽ കൊണ്ടുവരാൻ പറ. വീണ വിജയനും കേരളത്തിലെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ ആളുകളും കൊടുത്ത എന്താണ് സേവനം അതങ്ങ് പറയാൻ പറയാം. ശരി, അനിൽകുമാർ ഞാൻ സമയം തരുന്നുണ്ട്. പക്ഷേ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നോക്കൂ, ഈ സേവനമൊക്കെ അന്വേഷിക്കാൻ നോക്കൂ, ഒരു മിനിറ്റ് സാർ, ഈ സേവനമൊക്കെ അന്വേഷിക്കാൻ ROC ആരാണ്? ആ ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഞാൻ അഡ്വക്കേറ്റ് ടിയാസ് അലിയോടാണ് ചോദിച്ചത്. പറയുന്നത് തെറ്റാണ്. അഡ്വക്കേറ്റ് ടിയാസ് അലി മറുപടി പറയാം. സോറി. ഇവിടെ ആരും അന്വേഷിക്കേണ്ടതില്ല. സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ഈ സുരേഷ് കുമാറിനെ ചോദിച്ചപ്പോൾ ചോദിച്ചതാണ്, പേജ് 46, വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ഓഫ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ശ്രീമതി വീണ ടി. ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ ചോദ്യമാണ്. Answer, to the best of my knowledge, I am not aware of any service provided by Exalogic Solutions and T. Veena. അപ്പോ ഇത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സേവനവും നടത്താതെ പണം കൈപ്പറ്റിയിട്ടുണ്ട്. ബഹുമാന്യനായ അനിൽകുമാർ അഡ്വക്കേറ്റ് നേരത്തെ പറഞ്ഞു, ഈ 447 അദ്ദേഹത്തിന്റെ പുസ്തകം പഴയതാണോ എന്ന് എനിക്കൊരു സംശയം. ഈ 447 ആണ് ഈ തട്ടിപ്പ് ഫ്രോഡിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ആ ഫ്രോഡിന്റെ ഡെഫിനിഷനിൽ ഇപ്പോൾ നമ്മളെ മുന്നിലുള്ള പുറത്തു വന്നിരിക്കുന്ന ഈ സെറ്റ് ഓഫ് ഫാക്ട്സ് വരുവോ ഇല്ലേ എന്നുള്ളതാണ്. എന്താണ് ഫ്രോഡ്? ഫ്രോഡ് മീൻസ് ഇൻ റിലേഷൻ ടു അഫയേഴ്സ് ഓഫ് എ കമ്പനി ഓർ എനി ബോഡി കോർപ്പറേറ്റ്, ഇൻക്ലൂഡിംഗ് എനി ആക്ട്, ഒമിഷൻ, കൺസീൽമെന്റ് ഓഫ് എനി ഫാക്ട്. എന്തെങ്കിലും ഒരു മറച്ചുവെക്കൽ, എനി കൺസീൽമെന്റ് ഓഫ് ഫാക്ട്, or abuse of any position committed by any person, കമ്പനിന്റെ ആള് വേണ്ട, എനി പേഴ്സൺ, വിത്ത് കണ്ണൈവൻസ് ഓഫ് ഇൻ എനി മാനർ, വിത്ത് ഇന്റന്റ് ടു ഡിസീവ്, ചതിക്കാൻ വേണ്ടി, ടു ഗെയിൻ അൺഡ്യൂ അഡ്വാൻറ്റേജ്. കമ്പനിയിൽ നിന്ന് ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് ആണ് ഈ 1,72,00,000 രൂപ ഒരു സേവനവും നടത്താണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളെ മുന്നിലുള്ള ആധികാരികമായ ചോദ്യം ചെയ്തിട്ടില്ലാത്ത, ഒരു സ്ഥലത്തും ചോദ്യം ചെയ്തിട്ടില്ലാത്ത ഈ രേഖ പറയുന്നു, വീണ വിജയൻ ഒരു സേവനവും നടത്താതെ 1,72,00,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. വീണ വിജയൻ പറയുന്നു സേവനം നടത്തിയിട്ടുണ്ട്. ഇതൊരു കൺസീൽമെന്റ് ഓഫ് ഫാക്ട് അല്ലേ? ഇതൊരു കൺസീൽമെന്റ് ഓഫ് ഫാക്ട് ആണെങ്കിൽ ഇത് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് പാര 29 അനുസരിച്ച് ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് കുറ്റകൃത്യമായി ചെയ്താൽ ഈ മണി ലോണ്ടറിംഗ് ആക്ട് തന്നെ പറയുന്നത് കുറ്റകൃത്യം ചെയ്ത് സമ്പാദിച്ച അനധികൃതമായ പണം, അതാണ് ബ്ലാക്ക് മണി, പ്രൊസീഡ്സ് ഓഫ് ക്രൈം. അങ്ങനെയാണെങ്കിൽ ED അന്വേഷിക്കേ തീരൂ. ഇവിടെ കോൺഗ്രസ് മാർക്സിസ്റ്റ് എന്നുള്ള അക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ടിയാസ് അലി, ഇപ്പോ നിലവിലെ ഒരു റിവിഷൻ ഹർജി ഹൈക്കോടതിയിലുണ്ട്, ഒരു റിട്ടുമുണ്ട്. ഈ പറയുന്ന രേഖകൾ അവിടെ എത്തിച്ചാൽ ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനം എടുക്കില്ലേ? പക്ഷെ ഒരു നോട്ടീസ് പോലും ഇതുവരെ ഹൈക്കോടതി അയക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. നോ ഇല്ല, ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. ഇതാണ് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയണം. ഈ മൂവാറ്റുപുഴ കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതി, ആ പരാതിയും നിലനിൽക്കാത്തതാണ്, ആ ഓർഡറും നിലനിൽക്കാത്തതാണ്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൈക്കൂലി വാങ്ങി കൈക്കൂലി കൊടുത്തു. കൈക്കൂലി വാങ്ങിയ സെക്ഷൻ 7 8 അല്ല പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഉൾപ്പെട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ കോടതിയുടെ വിധി എന്താണ്? അതിൽ 17A എന്ന് പറയുന്ന അന്വേഷണത്തിന് പോലും ഒരു അനുമതി വേണം. മോഡി ഈ അഴിമതി നിരോധന നിയമത്തിന്റെ എല്ലാ പല്ലും വിഷപ്പല്ലുകൾ അടിച്ചു മാറ്റിയപ്പോൾ അതിലൊന്ന് എഴുതി ചേർത്തു, ഒരു വിജിലൻസ് അന്വേഷണം വേണമെങ്കിൽ തന്നെ 17A വേണം. അതിന് ബാധകമല്ല.
ആ തന്റെ അധികാരം ഉപയോഗിച്ചുള്ള റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനുള്ള കേസാണെങ്കിൽ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹൈക്കോടതിയിലുള്ള കേസ് 13(1)D ബാധിക്കുന്നതല്ല. അത് ആ മൂവാറ്റുപുഴ കോടതി കൊണ്ടിരുന്ന കേസ് നിലനിൽക്കാത്തതാണ്. ആ വിധി അതും നിലനിൽക്കാത്തതാണ്. ചോദിക്കാത്ത കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് 10 കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന ഒരു കേസിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് പുറത്തു വന്നിട്ടാണ് ഒരു ആധികാരികമായ കമ്പനി. നിങ്ങൾ ചോദിച്ചു ROC ആരാ? ROC വിട്. ഒരു അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം ഞാൻ ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിയാണ്. വഴിക്ക് കിട്ടിയ ചെണ്ടയല്ല ആർക്കും മുട്ടാൻ. ആ മുഖ്യമന്ത്രിയെ ഇത്രയും അപകീർത്തിപ്പെടുത്തി വാർത്ത പുറത്തു വന്നിട്ട് എന്റെ മുഖ്യമന്ത്രിക്ക് എന്നെ കുറിച്ച് തെറ്റായ വിവരം പ്രസിദ്ധീകരിച്ചു. ശരി, അതിന് അഡ്വക്കേറ്റ് അനിൽകുമാർ മറുപടി പറയും. പക്ഷേ വളരെ ചെറിയൊരു ഇടവേള എനിക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ശ്രീ ഗോപാലകൃഷ്ണൻ, ഒപ്പം തന്നെ ആസഫ് അലി വളരെ ചുരുക്കി മറുപടി പറയുമെന്ന് കരുതുന്നു. വളരെ വേഗത്തിൽ തിരിച്ചു. വീണോ പിണറായിക്ക് എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നമുക്കിനി ആകെ 6 മിനിറ്റാണ് ഉള്ളത്. 3 പേർക്കും 2 മിനിറ്റ് വീതം. ആദ്യം താങ്കൾ. ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറേ, ജി കാർത്തികേയനും AK ആന്റണിയോടും കൂടി ഉണ്ടാക്കിയതാണല്ലോ ലാവലിൻ കരാറ്, 1ഉം 2ഉം കരാറ്. അത് പൂർത്തീകരിച്ച പിണറായി വിജയൻ 372 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ ഘോഷിച്ചുകൊണ്ടാണെന്നല്ലോ. പിണറായി വിജയൻ മാനനഷ്ട കേസ് കൊടുത്തോ? അത് ഹൈക്കോടതി പോയോ? അത് ഹൈക്കോടതി പോയത് കേസ് പെട്ടെന്ന് തീർപ്പാക്കണമെന്ന് പറയാനാ. അത് കേസ് വന്നപ്പോൾ അദ്ദേഹം പോയി തീർപ്പാക്കി, അദ്ദേഹത്തെ വെറുതെ വിട്ടു. നിങ്ങളെല്ലാം കൂടെ തട്ടിട്ട് തുള്ളിട്ട് വെള്ളം നടന്നു. പിന്നെ പിണറായിയുടെ ഭാര്യയുടെ പേരിൽ കമല ഇന്റർനാഷണൽ നിങ്ങളെല്ലാം കൂടെ നടന്നല്ലോ. എന്താ പിണറായി വിജയൻ കമല ഇന്റർനാഷണലിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയില്ല? നിങ്ങൾ ചോദിച്ചോ? കുറെ നാൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കെതിരെ പറഞ്ഞതാ. BJPക്കാരോട് പറയാനുള്ളത്, ആ ജന്മഭൂമി പത്രത്തിൽ ഈ കർത്താവിന്റെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായിട്ട് മുഖപ്രസംഗം എഴുതിയിട്ട് എത്ര കിട്ടി? BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. എന്തിന്? കരിമണൽ കർത്താവിന്റെ കമ്പനിക്കെതിരെ നിങ്ങളുടെ പത്രത്തിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ, കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായ ലേഖനം എഴുതിയപ്പോൾ പുറത്താക്കി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. എത്ര കോടി കിട്ടി? ഞങ്ങളുടെ കൃത്യമായ കേസ് ഇതാണ്. BJP നേതാക്കന്മാരാണ് കരിമണൽ കർത്താവിന്റെ കമ്പനിയിൽ നിന്ന് കള്ളപ്പണം വാങ്ങിച്ചത്. നിങ്ങൾ ഇഷ്ടം പോലെ കാശ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ജന്മഭൂമി മോപ്രസംഗം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരള സർക്കാർ ഇടതുപക്ഷനാകത്തുകൊണ്ട് ആ വഴിക്ക് പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ LDFന്റെയും UDFന്റെയും നേതാക്കന്മാരുടെ പേരോ ഒക്കെ ചേർത്ത് ഒരു കെട്ടുകഥ ഉണ്ടാക്കി. അതാണ് നിങ്ങളുടെ ഈ പറയുന്ന ഇന്റർ സെറ്റിൽമെന്റ് കടലാസ്. ആ കടലാസിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. അത് രാഷ്ട്രീയ പ്രചരണ ആയുധാണ്. നിങ്ങൾ ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യാവുന്നതിന്റെ പരമാവധി അങ്ങോട്ട് ചെയ്യുക. പിന്നെ കോൺഗ്രസ്സുകാര് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയാലും, ഞങ്ങളുടെ സോണിയാഗാന്ധിയെ വേട്ടയാടിയാലും, ഇനി ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരൻ എഴുതി വെച്ചാലും അതും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരനാണെന്ന് എഴുതി വെച്ച കാര്യം നികുതി അടച്ചോളൂ, നികുതി അടയ്ക്കാതെ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ചോദ്യം, എന്തിനാണ് ഉമ്മൻചാണ്ടി കള്ളപ്പണക്കാരനാണ് എന്ന് പറഞ്ഞ കാര്യം ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് രക്ഷപ്പെടുത്തി കൊടുത്തത്? ചെന്നിത്തല പൈസ വാങ്ങിച്ചു എന്ന് പറയുന്ന കാര്യം എന്തിന് സെറ്റിൽമെന്റ് ബോർഡ് രക്ഷപ്പെടുത്തി കൊടുത്തു? അത് കൂട്ടുകച്ചവടാണ്. എന്തിനാണെന്നറിയാമോ? കോൺഗ്രസിനും BJP കൂടെ ഞങ്ങളെ വേട്ടയാടാൻ. ശരി, ആ വേട്ടയാടാൻ തലകുനിക്കില്ല. അഡ്വക്കേറ്റ് ആസഫ് അലി, ഈ ലാവലിൻ കേസിനെതിരെ ലാവലിനല്ല അഡ്വക്കേറ്റ് ആസഫ് അലി, അതിൽ പിടിക്കണ്ട. നോക്കൂ, ഇവിടെ പിണറായി വിജയൻ മകളിലൂടെ കൈക്കൂലി വാങ്ങിയെങ്കിൽ ഏത് തരത്തിലുള്ള സേവനമാണ് പിണറായി വിജയൻ CMRL നൽകിയിട്ടുള്ളത്? അടിസ്ഥാനപരമായ ഒരു കറപ്ഷൻ തെളിയിക്കണമെങ്കിൽ അത് വേണമല്ലോ. സർ, ഇത് കൈക്കൂലിയല്ല. ആദ്യം ഞാൻ പറയുന്നത് കൈക്കൂലിയല്ല. 13(1)D അനുസരിച്ച് അൺഡ്യൂ എൻറിച്ച്മെന്റ് ഇല്ലിസിറ്റ്ലി, അതിനാണ് 13(1)D എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പബ്ലിക് സർവന്റ് ഓർ എനി അതർ പേഴ്സൺ എന്നാണ്. അത് പബ്ലിക് സർവന്റ് ആവണമെന്നില്ല. ആ പബ്ലിക് സർവന്റ് എനി അതർ പേഴ്സൺ ഒരു സാമ്പത്തിക സ്രോതസ്സോ വസ്തുവോ കൈവശം വെച്ചു, അത് തങ്ങളുടെ വരവിൽ കവിഞ്ഞതാണെങ്കിൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പബ്ലിക് സർവന്റ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. പബ്ലിക് സർവന്റ് ആണ്, PC ആക്ട് ആണ്. ഇനി ഈ ROC പറഞ്ഞിരിക്കുന്നത് CBIക്ക് അന്വേഷിക്കാം. കാരണം ഒരു കേന്ദ്ര മന്ത്രാലയവുമായ ഒരു ഒഫൻസ് ആണ് ഇത്. കേന്ദ്ര സ്റ്റാറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട 447 കമ്പനി ആക്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി മണി ലോണ്ടറിംഗ് ആക്ടിലെ പാര 29,
ഇതെല്ലാം 2 കേന്ദ്ര ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കേന്ദ്ര ഏജൻസി ഇതൊന്നും അന്വേഷിക്കില്ല. കേരളത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമായി പിണറായി വിജയനെ പേടിപ്പിച്ച് വിരട്ടി നിർത്തി കാര്യം നേടാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ മറുപടി. അതായത് വലിയ അന്വേഷണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷേ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേറെ പടക്കമൊന്നുമില്ല, ഇതാണ് അതിൻ്റെ മറുപടി. ഞാൻ നേരത്തെ പറഞ്ഞ അവർ നേരെ അങ്ങ് കർണാടകയിൽ പോയിട്ട് അങ്ങ് CBI എൻക്വയറി പ്രഖ്യാപിച്ചാൽ മതി. ഞാൻ മറുപടി പറയാൻ പോകുന്ന അനിൽകുമാറിനാണ്. കാരണം നാണക്കേടോ നിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നാണക്കേടോ നിൻ്റെ പേര് അനിൽകുമാർ. ഇപ്പോൾ 447 പോയി അദ്ദേഹത്തിൻ്റെ, 448 പോയി അദ്ദേഹത്തിൻ്റെ, പുസ്തകവും അനിൽകുമാർ. കാര്യം നിങ്ങളെ ഗംഭീര ലേഖനം ദേശാഭിമാനിൽ ഇന്ന് വലിയ സംസാരിച്ചില്ലല്ലോ. ഇടപെടല്ലേ? നിങ്ങളെ അനിൽകുമാർ പറയട്ടെ. എന്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ ഇടപെട്ടില്ല. എന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവെന്ന് പറഞ്ഞത് അനിൽകുമാർ. ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. കാര്യമില്ല എനിക്ക്. ശരി, ഞാൻ താങ്കൾ ഇപ്പൊ പറഞ്ഞതിലൂടെ താങ്കളുടെ മറുപടിയായി അഡ്വക്കേറ്റ് അനിൽകുമാർ. ഗോപാലകൃഷ്ണൻ ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് അനിൽകുമാർ അനുവദിക്കെങ്കിൽ മാത്രം നിങ്ങൾ മിണ്ടാതിരിക്കും മിസ്റ്റർ, നിങ്ങൾ മിണ്ടാതിരിക്കുക. ജന്മഭൂമിയിൽ ഒരു ലേഖനം എഴുതിയത് പൈസ മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ, അതിന്റെ മറുപടി പറ. വീണാ വിജയൻ പൈസ മേടിച്ചിട്ട് പോയില്ലേ, അതിന്റെ മറുപടി പറ. ഇന്നത്തെ ദേശാഭിമാനിയുടെ ലേഖനമുണ്ട്. നിങ്ങൾ ചുറ്റും നിന്ന് പരിരക്ഷിക്കും ആരെ? അഴിമതിക്കാരിയെ. അതിന് മറുപടി പറയാ. അതിന് മറുപടി പറയാതെ 447 448 എൻ്റെ പുസ്തകം ഉണ്ടെന്ന് പറയുന്നതിന് നാണക്കേട്. ആ നാണക്കേടിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനെ പരിരക്ഷിക്കാൻ പോകുന്ന ആളുകളുടെ പേരാണ് അനിൽകുമാർ അടക്കമുള്ള വക്താക്കള്. വ്യക്തിപരമല്ല, ഇത് സംഘടനാപരമാണ്. നിങ്ങൾക്ക് നാണക്കേടാണ് സർ. അഴിമതിയായി കാണണം. അത് വീണാ വിജയനായാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, ആരായാലും ശരി. അഴിമതി തെളിഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ പറ എന്താണ് സേവനമെന്ന്. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ജന്മഭൂമി പൈസ മേടിച്ചു എന്നല്ലല്ലോ, ജന്മഭൂമി ലേഖനം എഴുതി. ലേഖനം നാളെ എഴുതും. ജന്മഭൂമിക്ക് ലേഖനം എഴുതാൻ ആർക്കെ തടസ്സം? നിങ്ങൾ പൈസ മേടിച്ചതിനെ കുറിച്ച് പറയാ. ഹായ്, ഞാൻ ചോദിക്കട്ടെ, കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ പറ. കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ പറ. നിങ്ങൾ കിട്ടിയതിനെ കുറിച്ച് പറ. അവിടെ മാധ്യമങ്ങൾക്ക് 16 കോടി രൂപ കിട്ടിയതായി ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുണ്ട്. അതൊക്കെ തന്നെയും അങ്ങോട്ട് വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. ആദായ നികുതി ഇളവ് നൽകിയിരിക്കുകയാണ്. എന്തേ മാധ്യമങ്ങൾക്ക് 16 കോടി രൂപ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ തന്നെയും അവരുടെ ഇൻവോയ്സിന്റെ അടിസ്ഥാനത്തിൽ ബില്ല് ചെയ്ത പൈസയാണോ അതോ എഡിറ്റോറിയൽ എഴുതാൻ കൊടുത്തിരിക്കുന്നതാണോ എന്നുള്ള ഒരു പരിശോധന ഇല്ലാത്തത്? നിങ്ങൾ ഒന്നാം തരം മാധ്യമമല്ലേ? നിങ്ങൾ പരിശോധിച്ചോ ഏതൊക്കെ മാധ്യമത്തിനാ കിട്ടിയത്? നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തോ. എനിക്കൊരു വിരോധമില്ല, ഞാൻ അതിനൊന്നും തർക്കിക്കാനില്ല, ഞാൻ അതിനൊന്നും തടസ്സം നിൽക്കുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചോ. നിങ്ങൾ ഒന്നാം തരം മാധ്യമമല്ലേ? നിങ്ങൾ അന്വേഷിച്ചോ. നിങ്ങൾ അന്വേഷിച്ചോന്ന് നിങ്ങൾ ചോദിച്ചത് അനിൽകുമാറിന് ഉത്തരം പറയാൻ അവകാശമില്ല. അത് ഞാൻ നികേഷ് കുമാറിനോട് പറഞ്ഞോളാം. അനിൽകുമാറെ, സമയമില്ല, ഏതായാലും നിങ്ങളെല്ലാം നിലപാട് വ്യക്തമാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഡി ഗോപാലകൃഷ്ണൻ, നന്ദി സഹകരിച്ചത്. Debate with MV Nikesh Kumar.